ഹലോ, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ രാവിലത്തെ തിരക്ക് പിടിച്ചൊരു സമയമാണ് കാണിക്കുന്നത്. എൻ്റെ വീട്ടിലല്ല, എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. സ്കൂളിൽ പോകുന്ന എല്ലാ വീട്ടിലും ഇങ്ങനെ അവസ്ഥ തന്നെ ആയിരിക്കും. ഞാൻ അവർക്ക് ലഞ്ച് ബാഗൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം അവരെ റെഡിയാക്കാൻ വേണ്ടി പോയി. അവൻ തന്നെ റെഡി ആയിക്കോളും, അതുകൊണ്ട് കുഴപ്പമില്ല. അവളെ റെഡിയാക്കി എടുക്കണം, കുറച്ച് പണിയാണ്. അങ്ങനെ അവളെ മുടി കെട്ടണം. പിന്നെ മുടിയാണെങ്കിൽ ചെറിയതായത് കൊണ്ട് തന്നെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവൾ തന്നെ സോക്സൊക്കെ ഇടാൻ നോക്കും, എന്നാലും അത് അത്ര റെഡിയായി വരാറില്ല. പിന്നെ മുടി കെട്ടുമ്പോൾ തന്നെ മര്യാദയ്ക്ക് ഇരിക്കുകയൊന്നുമില്ല, ഇടയ്ക്കിടെ ഇങ്ങനെ എഴുന്നേറ്റുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ ശ്രദ്ധയാണെങ്കിൽ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റിലായിരുന്നു. തീപ്പെട്ടിക്കൂടും ടൂത്ത് പിക്കൊക്കെ വെച്ച് എന്തോ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായി, അതിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. അതുകൊണ്ട് തന്നെ തല ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് മുടി കെട്ടാനും പറ്റുന്നുണ്ടായിട്ടില്ല. അതിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, ഇതാ ഞാൻ ചെയ്ത ക്രാഫ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ ഹിന്ദി ഡിക്റ്റേഷൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവളത് മര്യാദയ്ക്ക് പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇങ്ങനെ അമ്മ എനിക്കറിയില്ല എൻ്റെ തെറ്റായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഒരു പൊട്ട് വെക്കണം. പിന്നെ ടവൽ അതൊന്നും എടുത്ത് വെക്കൊന്നുമില്ല, ഞാൻ തന്നെ എടുത്ത് വെച്ച് കൊടുക്കണം. പിന്നെ അവൾ ആ ക്രാഫ്റ്റ് കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം വഴക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും റെഡിയായി. ഇനി സ്കൂളിലേക്ക് കൊണ്ടുവിടണം. അങ്ങനെ ഞാൻ രണ്ടുപേരെയും സ്കൂളിലേക്ക് കൊണ്ടുവിട്ടു. തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ചായ കുടിക്കണം. ഞാൻ ചായ കുടിച്ചിട്ടില്ല. സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നന്നായി വിശക്കുന്നുണ്ട്. ഇന്ന് ദോശയും തേങ്ങാ ചമ്മന്തി ആയിരുന്നു ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇനിയെന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. ഒരുപാട് പാത്രം കഴുകാനുണ്ട്. അടുക്കളയിൽ നിറച്ച് പാത്രങ്ങളാണ്. ഇനി അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ പാത്രം കഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പിന്നെ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പാത്രം കഴുകുന്ന പണി തന്നെയാണ്. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഈ കുഞ്ഞു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും. അങ്ങനെ എൻ്റെ പാത്രം കഴുകൽ ഇവിടെ കഴിഞ്ഞു. ഇനി അവിടെ വൃത്തിയാക്കി എടുക്കണം. അവിടെയൊക്കെ ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഹാവ് എ നൈസ് ഡേ. ബൈ.